ഇതിനിടയിൽ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ കോൺഗ്രസിന്റെ നേതൃയോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും പ്രധാനമന്ത്രിയുടെ ഇന്നലത്തെ പ്രസ്താവന അതുണ്ടാക്കുന്ന തുടർ രാഷ്ട്രീയ നീക്കങ്ങൾ കൂടി ഏറെ പ്രസക്തമാണ്. കിരൺ ബാബു ചേരുന്നുണ്ട്. കിരൺ, എപ്പോഴും കോൺഗ്രസ് വിമുക്ത ഭാരതം, ഇന്ത്യ, ഇത് BJP-യുടെ എപ്പോഴും നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇത്തരം നീക്കങ്ങൾ പലവട്ടം കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ കോൺഗ്രസ് പിളരുമെന്ന ഒരു പ്രഖ്യാപനം അദ്ദേഹം നടത്തുന്നത് ഒരുപക്ഷേ ഈ തരൂരടക്കമുള്ളവരുടെ നിലപാടുകളെ മുൻനിർത്തിയാണോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നീക്കം ഇത് സംബന്ധിച്ച് നടത്തുന്നുണ്ടോ, അതല്ലെങ്കിൽ ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ ഒരു സ്വാഭാവിക പ്രതികരണം, അങ്ങനെ തന്നെ കാണേണ്ടതുണ്ടോ? സജിത്തെ, അങ്ങനെ ഒരു ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സ്വാഭാവിക പ്രതികരണമായി കാണാൻ കഴിയില്ല. കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളത് BJP-യെ സംബന്ധിച്ച് BJP-യുടെ ആത്യന്തികമായ ലക്ഷ്യമാണ്. എവിടെയെല്ലാം കോൺഗ്രസിനെ എങ്ങനെയെല്ലാം ദുർബലമാക്കാമോ അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ പ്രാദേശിക പാർട്ടികളുമായി ചേർന്നാലും മറ്റു കാര്യങ്ങളുമെല്ലാം നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി കൂടിയാണ് BJP. ഒരു പരിധിവരെയൊക്കെ BJP അതിൽ വിജയിച്ചു എന്ന് തന്നെ പറയാം. കോൺഗ്രസിൻ്റെ വലിയ ശക്തി ഉണ്ടായിരുന്ന പാർട്ടിയെ, ഇന്ത്യ മുഴുവൻ ഉണ്ടായിരുന്ന ഒരു പാർട്ടിയെ ഛിന്നഭിന്നമാക്കുന്നതിലും അതിനെ ദുർബലമാക്കുന്നതിലും ഒക്കെ BJP-യുടെ തന്ത്രങ്ങൾ തന്നെയാണ്. അതിനെ മറുതന്ത്രം മെനഞ്ഞ് അതിനെ പ്രതിരോധിക്കുന്നതിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഗൗരവമായ വീഴ്ചകളൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അത് ഏറ്റവും അതിൻ്റെ പാരമ്യത്തിൽ നിൽക്കുകയാണ്. ബീഹാറിലടക്കം ഇത്തരം അനുകൂലമായ സാഹചര്യങ്ങൾ ഇത്രയും ഉണ്ടായിട്ട് പോലും വലിയൊരു സഖ്യത്തെ, RJD-യെ പോലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയെ, അവിടെ വലിയ വോട്ട് ബാങ്കുള്ളൊരു പാർട്ടിയെ സഖ്യകക്ഷിയായി നിൽക്കുമ്പോൾ പോലും വോട്ടിംഗ് കണക്ക് വരുമ്പോൾ കണക്കിലേക്ക് ആകെ ശതമാന കണക്കിലൊക്കെ പിടിച്ചു നിൽക്കാമെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് കഴിഞ്ഞ തവണയായാലും ഇത്തവണയായാലും അതിന് മുമ്പിൽ തവണയായാലും എല്ലാം അങ്ങനെ കഴിഞ്ഞ 3 വർഷങ്ങളിൽ 3 മത്സരങ്ങളിൽ ബീഹാറിലെ തെരഞ്ഞെടുപ്പിലും അടക്കം വോട്ട് കണക്ക് വരുമ്പോൾ വല്ലാതെ പിന്നിൽ പോവുകയും അല്ലെങ്കിൽ ഇത്തവണ അത് ഏറ്റവും ദയനീയമായ പരാജയത്തിലേക്കാണ് എത്തിച്ചേർന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു പ്രഖ്യാപനം ഉണ്ടായത്. സ്വാഭാവികമായും കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വലിയ തോതിലുള്ള വിമർശനങ്ങൾ നേതാക്കൾക്കിടയിലുണ്ട്. ശശി തരൂർ അടക്കമുള്ള നേതാക്കൾ നേരത്തെ ഒരു വിമത നീക്കം, 23 നേതാക്കൾ ചേർന്ന് ഒരു വിമത നീക്കം നടത്തിയതാണ്. അന്ന് പല നേതാക്കളും അതുവഴി കോൺഗ്രസ് വിട്ട് പുറത്തു പോവുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോഴും ശശി തരൂർ പരസ്യമായി തന്നെ ഇത്തരം വെല്ലുവിളികളൊക്കെ നടത്തുന്നുണ്ട്. ഇത് ഏതെങ്കിലും തരത്തിലൊരു നാളെ ഒരു പിളർപ്പുണ്ടാകും എന്നല്ല, പക്ഷേ അങ്ങനെ പിളരാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ആ പിളർപ്പിന് വേണ്ടിയുള്ള സഹായം, ആ പിളർപ്പിനെ സാധ്യത വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ, അത്തരം ഇടപെടലുകൾക്കെല്ലാം സ്വാഭാവികമായും BJP ചെയ്യും എന്നതിന് യാതൊരു സംശയമില്ല. അത്തരമൊരു നീക്കം എന്തായാലും ഈ കാര്യമായി തന്നെ നടത്തുന്നുണ്ട്. പ്രധാനമന്ത്രി അങ്ങനെ ഒരു വിഷയം പറയുമ്പോൾ സ്വാഭാവികമായും അത് ഏതെങ്കിലും ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടു തന്നെ ആവണം പറയുന്നതെന്ന് തന്നെയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട ഒന്ന് തന്നെയാണ്. ഇതൊരു വിജയത്തിൻ്റെ ഒരു ആവേശത്തിൽ വെറുതെ പറഞ്ഞതിനപ്പുറത്തേക്ക് അത്തരമൊരു പ്രവർത്തനം എത്രയോ കാലമായി തന്നെ BJP നടത്തുന്നുണ്ട്. ഇപ്പോൾ അത് കൂടുതൽ ശക്തമായി നടത്തുന്നുണ്ട് എന്ന് വേണം കരുതാൻ. യെസ്, എന്തായാലും കിരൺ, ഈ ബീഹാറിൽ നിന്നും അവസാന ഘട്ടത്തിൽ പുറത്തു വരുന്ന കണക്കനുസരിച്ച് പ്രതിപക്ഷത്തിന്, പ്രത്യേകിച്ച് RJD-ക്ക് അത്രയങ്ങ് നിരാശരാവേണ്ടതില്ല എന്നതാണ്. കാരണം BJP-ക്ക് തൊട്ടടുത്തുള്ള വോട്ട് ഷെയർ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് RJD-ക്ക്. അപ്പോൾ ഈ വോട്ട് ഷെയറിൻ്റെ കണക്കുകളും പുറത്തു വന്നിട്ടുണ്ടോ ബീഹാറിൽ നിന്ന്? സൈത്തെ, ഇതുവരെ പുറത്തു വന്ന വോട്ട് ഷെയറിൻ്റെ കണക്ക്, ഏറ്റവും അന്തിമമായ കണക്ക് ചിലപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടുകൂടിയായിരിക്കും. ഇന്ന് രാവിലെ വരെ പുറത്തു വന്ന കണക്കുകളുടെ അനുസരിച്ച് RJD-ക്ക് സംബന്ധിച്ചിടത്തോളം വോട്ട് ഷെയറിൽ കാര്യമായ ഇടിവ് അവർക്ക് ഉണ്ടായിട്ടില്ല. അവർക്ക് 23% വോട്ട് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ വോട്ട് ഷെയറിനൊപ്പം ചേർക്കേണ്ട മറ്റ് വോട്ട്, കോൺഗ്രസ് ആയാലും മറ്റു പാർട്ടികളായാലും CPIM ആയാലും മറ്റു പാർട്ടികളെല്ലാം VIP അടക്കമുള്ള പാർട്ടികൾക്കൊന്നും അവരുടെ വോട്ട് ഷെയർ ആ തരത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ അവർക്ക് വിജയിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ വിജയിച്ച പാർട്ടികളായ BJP-ക്കും JDU-നും ഒക്കെ ലഭിച്ചതുപോലെ തന്നെ വോട്ട് ഷെയർ വ്യക്തമായും RJD-ക്കുണ്ട്. RJD ഇപ്പോഴും ബീഹാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ വോട്ട് ഷെയർ മാത്രമല്ല, കണക്ക് നോക്കുമ്പോൾ എത്ര ശതമാനം വോട്ടിന് കഴിഞ്ഞ തവണ അധികാരം നഷ്ടപ്പെടുമ്പോൾ 11,000 ശിഷ്ടം വോട്ടുകളിൽ ആകെ 11,000 ശിഷ്ടം വോട്ടിന് മാത്രം വ്യത്യാസമാണ് NDA മുന്നണിയും ഇന്ത്യ മുന്നണി മഹാഗഡ്ബന്ധനും തമ്മിലുണ്ടായിരുന്നത്. അങ്ങനെ രണ്ട് മുന്നണികൾ തമ്മിൽ ഉണ്ടായിരുന്ന വോട്ടിൻ്റെ ആകെ വ്യത്യാസം 11,000 വോട്ടിൻ്റെതാണ്. മറിച്ച് സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. ഇപ്പുറത്തെ പക്ഷം ജയിക്കാനും അപ്പുറത്തെ പക്ഷം തോൽക്കാനും ഒക്കെ സാധ്യതയുള്ളതാണ്. പക്ഷേ അത് നോക്കിയിട്ട് കാര്യമില്ല, ആര് ജയിച്ചു എന്നുള്ളതാണ് വിഷയം. ഇവിടെ വോട്ട് ഷെയർ ഇത്ര ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ MLA-മാരില്ലാതെ അടുത്ത 5 കൊല്ലം ആ പാർട്ടിക്ക് നിൽക്കേണ്ടി വരുന്നു. ഭരണത്തിൽ യാതൊരു പങ്കുമില്ലാതെ 5 വർഷം ഒരു പാർട്ടിക്ക് നിൽക്കേണ്ടി വരുന്നു. അപ്പോൾ സ്വാഭാവികമായും ആ പാർട്ടി 5 വർഷം കൊണ്ട് ഏറെ പിന്നിൽ പോകുന്ന അവസ്ഥയുമൊക്കെ ഉണ്ടാവും. കഴിഞ്ഞ 20 വർഷമായി ബീഹാറിൽ ഭരണമില്ല എന്ന് ആലോചിക്കണം. അതിനിടയിൽ 2014 മുതലുള്ള കാലത്ത് മാത്രമാണ് കേന്ദ്രത്തിലെങ്കിലും ഭരണം ഉണ്ടായിരുന്നത്. അതിനുശേഷം കേന്ദ്രത്തിലും ഭരണം ഇല്ലാത്ത UPA സർക്കാർ പോയതുകൊണ്ട് കേന്ദ്രത്തിലും ഭരണമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് RJD എത്തി. RJD കഴിഞ്ഞ 11 വർഷമായി കേന്ദ്രത്തിലോ സംസ്ഥാനത്തോ ഒരു തരത്തിലും ഭരണമില്ലാത്ത അവസ്ഥ. അതിനിടയ്ക്ക് 1-2 തവണ RJD സർക്കാർ നിതീഷ് കുമാറിൻ്റെ പിന്തുണ കൊടുത്തുകൊണ്ട് അങ്ങനെ ഒരു സർക്കാരുകൾ വന്നപ്പോൾ ഉപമുഖ്യമന്ത്രിയായി ഉണ്ടായിരുന്ന ഒരു ചെറിയ 1-2 വർഷത്തെ കാലയളവ് മാത്രമാണ് ഇതിനിടയിൽ ഉണ്ടായത്. അതിനപ്പുറത്തേക്ക് RJD-ക്ക് ഒരു പ്രധാനപ്പെട്ട പാർട്ടിയായി RJD നിയന്ത്രണത്തിൽ ഒരു സർക്കാരിനെ കൊണ്ടുവരാനോ ഒന്നും കഴിയാത്ത അവസ്ഥ. അടുത്ത 5 വർഷവും അങ്ങനെ തന്നെ തുടരാനുള്ള സാധ്യത. ഇത് സ്വാഭാവികമായും പല സ്ഥലങ്ങളിലും കോൺഗ്രസിനെതിരെ ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്ന് സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ
വർദ്ധിപ്പിക്കാനും കോൺഗ്രസിനെതിരെ വിമർശനം വർദ്ധിപ്പിക്കാനുള്ള ഒരു കാരണം ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. അതിനെ BJP വളരെ കൃത്യമായി തന്നെ അത് ഉപയോഗിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ കോൺഗ്രസിനുള്ളിൽ കാലങ്ങളായി കോൺഗ്രസിനുള്ളിൽ എല്ലാ കാലത്തും ഉണ്ട്, ഇപ്പോൾ മാത്രമല്ല കോൺഗ്രസ് ശക്തി പ്രാപിച്ചിരുന്ന കാലത്തുമൊക്കെ കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പുകളും വ്യത്യസ്ത താല്പര്യങ്ങളും ഒക്കെ മറ്റു പാർട്ടികളെക്കാൾ കൂടുതലുള്ളതും അത് പരസ്യമായി പറയുകയും പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു പാർട്ടിയാണ്. ആ പാർട്ടിയുടെ രീതി കൂടി അങ്ങനെയാണ്. പക്ഷേ അന്ന് അതൊക്കെ താങ്ങാനുള്ള ശേഷി ആ പാർട്ടിക്ക് ഉണ്ടായിരുന്നു. അത്രത്തോളം വലിയ പാർട്ടിയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആരെങ്കിലും വിമത ശല്യം ഉയർത്തിയാലോ അല്ലെങ്കിൽ പിരിഞ്ഞു പോയാലോ ഒക്കെ അവരെയൊക്കെ നേരിടാനുള്ള ശേഷി ഉണ്ടായിരുന്നു. പക്ഷേ കാലാകാലങ്ങളിലായി ഇങ്ങനെയാണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ അങ്ങനെയായിരുന്നു, ആന്ധ്രാപ്രദേശിൽ അങ്ങനെയായിരുന്നു. ഇവിടെ എല്ലാം ഭരിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, ബീഹാറിലടക്കം ഭരിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി കോൺഗ്രസ് ആണെന്ന് ആലോചിക്കണം. കോൺഗ്രസിനെ സംബന്ധിച്ച് 90 വരെ, 90 മാർച്ച് വരെ അവിടെ കോൺഗ്രസ് ആണ് ബീഹാർ ഭരിച്ചിരുന്നത്. ആ 10 വർഷത്തിനിടയിൽ കഴിഞ്ഞ അതിൻ്റെ മുമ്പിലുള്ള 2 സർക്കാരുകൾക്കിടയിൽ 5 മുഖ്യമന്ത്രിമാരെയാണ് മാറ്റി പരീക്ഷിച്ചത്. കോൺഗ്രസിൻ്റെ ഇത്തരം പരീക്ഷണങ്ങൾ, സ്ഥിരതയില്ലായ്മ, ഏതെങ്കിലും ഒരു നേതാവ്, പണ്ട് കോൺഗ്രസിനുണ്ടായിരുന്ന ഏറ്റവും വലിയ ശക്തി പ്രാദേശികമായി കരുത്തരായ നേതാക്കൾ, ആ നേതാക്കൾ ഹൈക്കമാൻഡിന് കീഴിൽ നിൽക്കുന്നു. അതിന് പകരം ഇപ്പോൾ പ്രാദേശികമായി കരുത്തരായ നേതാക്കളില്ല എന്നുള്ളത്. ബീഹാറിലായാലും അത്തരം നേതാക്കളില്ല. ദേശീയ തലത്തിൽ അങ്ങനെ സെക്കൻഡ് ലെയറിൽ നിൽക്കുന്ന പല നേതാക്കളും ഇപ്പോൾ കോൺഗ്രസ്, ശശി തരൂർ അടക്കമുള്ള നേതാക്കളൊക്കെ കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധിയുമായും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം നൽകുന്ന ടീമുമായും അത്ര നല്ല ബന്ധത്തിലല്ല പോകുന്നത്. പരസ്യ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. ഈ സാഹചര്യത്തിലൊക്കെ ഏതെങ്കിലും തരത്തിൽ അവർ പാർട്ടി പിളർത്തി പുറത്തു വരാൻ സാധ്യതയുണ്ടെങ്കിൽ അവർക്ക് എല്ലാവിധ പിന്തുണയുണ്ട് എന്നുള്ള ഒരു ഓപ്പൺ ആയ ഒരു സപ്പോർട്ട് കൂടിയാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി നൽകുന്നത് എന്നതുകൂടി കാണേണ്ടതുണ്ട്. യെസ്, കിരൺ, തിരികെ വരാം. ശ്രീകുമാർ മനയിൽ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീകുമാർ മനയിൽ, കോൺഗ്രസിൻ്റെ അടിവേരിളക്കും എന്നത് BJPയുടെ വലിയ പ്രഖ്യാപനമാണ്. ഇപ്പോൾ കോൺഗ്രസ് പിളരും എന്ന പ്രഖ്യാപനം നരേന്ദ്രമോദി ഇന്നലെ നടത്തുകയാണ്. ഇതിന് പിന്നിൽ നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള വെറുമൊരു രാഷ്ട്രീയ പ്രസ്താവനയ്ക്കപ്പുറം അതിൽ ചിലതൊക്കെ ഒളിഞ്ഞിരിപ്പില്ലേ എന്ന തോന്നലുണ്ടാവും. അതിനിടയിലാണ് കേരളത്തിൽ തരൂര് വലിയ വിമർശനം പാർട്ടിക്കെതിരെ ഉന്നയിക്കുന്നത്. ഇത് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, കോൺഗ്രസ് പിളരുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞത് അത് BJPയുടെ ഒരു ദീർഘകാല പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഒരു റിമാർക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കോൺഗ്രസിനെ പിളർത്തുക എന്നുള്ളത് 2014 മുതൽ BJP അഡോപ്റ്റ് ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ്. അത് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുന്തോറും കോൺഗ്രസ് ദുർബലമായി വരുമ്പോൾ ദുർബലമാക്കി അതിനെ ഇല്ലാതാക്കുക എന്നുള്ള തന്ത്രമാണ് യഥാർത്ഥത്തിൽ BJPയും സംഘപരിവാറും നരേന്ദ്രമോദിയൊക്കെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവരുടെ പ്രതീക്ഷകളെ തകിടം മറിച്ചിരുന്നു. അപ്പോഴാണ് വളരെ സീരിയസ് ആയിട്ട് കോൺഗ്രസിന്റെ ദേശീയ തലത്തിലുള്ള ആ ഒരു പ്രസൻസ് എത്ര കണ്ട് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കിയത്. കോൺഗ്രസ് ഒരു മുന്നണി രൂപീകരിച്ച് BJPക്കെതിരെ ഒറ്റ മുന്നണിയായി നിലകൊണ്ടു കഴിഞ്ഞാൽ BJPയുടെ രാഷ്ട്രീയ മോഹങ്ങളിൽ അത് കരിനിഴൽ വീഴ്ത്തുമെന്ന് മനസ്സിലായപ്പോഴാണ് ഈ പ്രതിപക്ഷ മുന്നണിയെ പൊളിക്കാനുള്ള, അല്ലെങ്കിൽ പ്രതിപക്ഷ മുന്നണിയിൽ കോൺഗ്രസിനെ ദുർബലപ്പെടുത്താനുള്ള ഒരു തന്ത്രമായി BJP മുന്നോട്ട് വന്നു. കാരണം മറ്റ് ഘടകകക്ഷികളൊക്കെ ഉണ്ടാകുമ്പോഴും കോൺഗ്രസിനെ മാത്രം ഐസൊലേറ്റ് ചെയ്ത് അവരെ ക്ഷീണിപ്പിക്കുക എന്നുള്ള തന്ത്രവുമായിട്ട് BJP മുന്നോട്ട് വന്നു. കോൺഗ്രസിന്റെ ഒപ്പം ആര് നിന്നാലും അവരെല്ലാം നശിക്കും എന്നുള്ളൊരു സന്ദേശം, അല്ലെങ്കിൽ അത്തരത്തിലൊരു സന്ദേശം നൽകാൻ നരേന്ദ്രമോദിക്കും BJPക്കും കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെയാണ് ഇപ്പൊ RJDക്ക് സീറ്റ് കുറഞ്ഞു. നമ്മൾ പറയുമ്പോൾ RJD പോലത്തെ പാർട്ടികളൊക്കെ ഇനിയിപ്പോ കോൺഗ്രസിനോട് അടുക്കാൻ അല്പം ഒന്ന് മടിക്കും. സംസ്ഥാന തലങ്ങളിലും ദേശീയ തലത്തിലുമൊക്കെ കോൺഗ്രസിന് ഘടകകക്ഷികളെ കിട്ടുക ബുദ്ധിമുട്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക്. അതിന് 2024 BJPക്ക് പറ്റിയ അബദ്ധം കോൺഗ്രസിന് കൃത്യമായ ഘടകകക്ഷികളെ, സഖ്യകക്ഷികളെയും കിട്ടി. NCP ആയാലും RJD ആയാലും അഖിലേഷ് യാദവ് ആയാലും അതില്ലാതിരിക്കുക. ഇനി കോൺഗ്രസിന്റെ ഒപ്പം സഖ്യകക്ഷികൾ ഇല്ലാതിരിക്കുക, ഉണ്ടാകാതിരിക്കുക, കോൺഗ്രസിനൊപ്പം ചേർന്നാൽ ഞങ്ങളും നശിക്കുമെന്നുള്ള ഭീതി അവരുടെ ഇടയിൽ ഉണ്ടാക്കുക. ആ ഒരു തന്ത്രമാണ് ഇപ്പോൾ BJP പ്രയോഗിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നരേന്ദ്രമോദിയുടെ ഈ പ്രസ്ഥാനം വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, ഇപ്പോൾ ബീഹാറിൽ RJD ആവട്ടെ, ബംഗാളിൽ മമതയാവട്ടെ, തമിഴ്നാട്ടിൽ സ്റ്റാലിനാവട്ടെ, ഇങ്ങനെ ചില പ്രാദേശിക നേതൃത്വങ്ങൾ, കരുത്തരായ സംഘടനാ സംവിധാനമുള്ള നേതൃത്വമാണല്ലോ ഇന്ത്യ മുന്നണിക്കും കോൺഗ്രസിനും കരുത്ത് പകരിയിരുന്നത്. അവിടെ ഈ ബീഹാറിലുണ്ടായ തകർച്ച യഥാർത്ഥത്തിൽ ഇത് നരേന്ദ്രമോദിയുടെ ആക്ഷേപവും രാഷ്ട്രീയ തന്ത്രത്തിനും അപ്പുറം കോൺഗ്രസിനെ വലിയ രീതിയിൽ ബാധിക്കില്ലേ? അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാവി രാഷ്ട്രീയ സാധ്യതകളെ പോലും വലിയ രീതിയിൽ ബാധിക്കില്ലേ ഈ ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് വിധി? ഇന്ത്യ മുന്നണിയുടെ രാഷ്ട്രീയ സാധ്യതകളെ വലിയ തോതിൽ ബാധിക്കുമെന്നുള്ള കാര്യം ശരിയാണ്. കാരണം പരാജയം എപ്പോഴും ഒരു പാർട്ടിയെ ബാധിക്കുമല്ലോ. തോറ്റ പാർട്ടിയെ ആ പരാജയം ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, കോൺഗ്രസിന് ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കാൻ കഴിയും? കേവലം ഇപ്പോ നമ്മുടെ ഈ വോട്ട് ചോരി അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള റിഗിങ് അതുകൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കോൺഗ്രസിന് പലപ്പോഴും ഇനി ചെയ്യാനുള്ളത് NCP പോലുള്ള പാർട്ടികളെ കോൺഗ്രസിൽ ലയിപ്പിക്കുക. അങ്ങനെ വിട്ടുപോയ
കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയി രൂപീകരിക്കപ്പെട്ട പാർട്ടികളെ കോൺഗ്രസിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, മറ്റ് ചില പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റുകളുണ്ട്, ദളിത് സംഘടനകൾ, ഇതെല്ലാം അവരെല്ലാം ബേസിക്കലി ആന്റി BJP ആണ്. അവരെല്ലാം ഒരേ ഫോൾഡിന്റെ കീഴിൽ കൊണ്ടുവരിക, കഴിയുമെങ്കിൽ കോൺഗ്രസിനൊപ്പം ലയിപ്പിക്കുക. കോൺഗ്രസ് എന്ന പാർട്ടി ഈ മുന്നണിയായിട്ട് നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അവരുടെ പാർട്ടിയുടെ വികസനമാണ്. ഈ ബീഹാറിലായാലും UP-യിലായാലും വിവിധ സോഷ്യൽ ഗ്രൂപ്പുകളെ കോൺഗ്രസിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് കോൺഗ്രസിന്റെ ഭാഗമാക്കി തന്നെ ഒരു പാർട്ടിയായിട്ട് നിൽക്കുന്ന രീതിയിൽ കൊണ്ടുവന്നാൽ മാത്രമേ ഇനി BJP-യെ നേരിടുക എന്നുള്ളൊരു ഈ സ്വപ്നം പോവുകയാണ്, അല്ലെങ്കിൽ BJP-യെ നേരിടുക ഒരു യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ. അത് മാത്രമേ ഇനി തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ കോൺഗ്രസിന് സമ്മാനിക്കും. വിജയങ്ങളില്ലാതെ കോൺഗ്രസിന് നിലനിൽക്കാൻ പറ്റില്ല. കോൺഗ്രസിന് നല്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നിലനിൽക്കാൻ കഴിയില്ല. BJP-ക്ക് നേരത്തെ പരാജയം ഉണ്ടായിട്ടുണ്ടെങ്കിലും അവർക്ക് RSS എന്ന് പറഞ്ഞ സംഘടന, നേരിട്ട് രാഷ്ട്രീയത്തിൽ ഇടപെടാത്ത ഒരു സംഘടന പുറകിൽ ഉള്ളത് കൊണ്ടാണ് അവർ പിടിച്ചിരുന്നത്. കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിൽ അധികാരം പിടിക്കാന്നുള്ളത് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ പോലെ പതിയെ ഇല്ലാതായി തീരും. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിന്റെ റീഓറിയന്റേഷൻ അവരുടെ കാര്യങ്ങൾ നടത്തിയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ഇനി. പക്ഷേ ശ്രീകുമാർ മനയിൽ സംഭവിച്ചൊന്ന് നോക്കൂ, ഈ തിരിച്ചു വരാനുള്ള വലിയൊരു അവസരമായിരുന്നു. പക്ഷേ മുന്നണിക്കകത്ത്, ബീഹാറിലെ മുന്നണിക്കകത്ത് പോലും സീറ്റ് വിഭജനത്തിൽ പോലും വലിയ തർക്കങ്ങൾ ഉണ്ടാവുന്നു. ഞങ്ങൾ കുറേ അധികം സീറ്റുകൾ ഇത്തവണ പിടിച്ചെടുത്തു, നേടിയെടുത്തു ചർച്ചയിലൂടെ. നമുക്ക് തിരികെ വരാം. KC വേണുഗോപാലിന്റെ I think Bihar also we will come with the concrete proofs. कमी रह गई है सर, आप लोग जो बोल रहे हैं वो सुनने की बात करेंगे। आप लोगों का आपका खराब रहा है। देखिए, पूरे के पूरे चुनाव प्रक्रिया पर शुरू से ही प्रश्न चिन्ह लग रहा है, और जब चुनाव की प्रक्रिया में प्रश्न चिन्ह लग जाए तो रिजल्ट इस तरीके से अप्रत्याशित होंगे। कभी भी किसी भी समय के ऊपर इतना स्ट्राइक रेट 1984 के अंदर भी कांग्रेस का ये स्ट्राइक रेट नहीं था जो कि इस वक्त बिहार के अंदर BJP का स्ट्राइक रेट 90% से भी ऊपर स्ट्राइक रेट, ये किसी को भी उम्मीद नहीं थी, और इसमें दाल में काला नजर आता है। हम लोगों ने अलायंस पार्टनर्स से बात किया है, और सिर्फ हमारा ही सोच नहीं, कांग्रेस पार्टी का ही नहीं, हमारे अलायंस पार्टनर्स सभी के सभी का ये मानना है कि ये अप्रत्याशित नतीजे हैं, और उसको पूरी तरीके से गहन इसकी छानबीन होनी चाहिए, डेटा का एनालिसिस होना चाहिए, और केवल हमारे अलायंस पार्टनर्स और कांग्रेस के ही नहीं बल्कि पूरे के पूरे बिहार के वर्कर्स के, पूरे लोगों के फ़ोन आ रहे हैं और कह रहे हैं कि किसी को भी ये उम्मीद नहीं थी और कहीं ना कहीं पे गड़बड़ियां हुई हैं और उसकी छानबीन होनी चाहिए। हमारे लोग पूरे के पूरे डेटा को इकट्ठा कर रहे हैं, फॉर्म 17C को हम लोग देखेंगे, पूरे के पूरे वोटर्स लिस्ट को देखेंगे, और फिर उसके साथ में हम लोग तथ्यों के साथ और आंकड़ों के साथ में वापस आपके बीच में आएंगे। हरियाणा में भी हम लोगों ने बताया, महाराष्ट्र में भी हम लोगों ने बताया, कर्नाटका में भी हम लोगों ने बताया, लेकिन दुख की बात यह है कि इलेक्शन कमीशन के कान पे जूं तक नहीं रेंग रही है। हम लोग विपक्ष के अंदर रह करके लोकतंत्र की रक्षा करने की अपनी भूमिका हम निभाते रहेंगे, और उसमें पीछे और हटने वाले और संघर्ष से पीछे हटने वाले कांग्रेस पार्टी नहीं। യെസ്, എന്തായാലും മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ നിർണായകമായ യോഗമാണ്. അതിനു മുമ്പുള്ള പ്രതികരണങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. KC വേണുഗോപാലും ഒപ്പം അജയ് മാക്കനും അടക്കമുള്ളവരാണ് സംസാരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ വിലയിരുത്തൽ അങ്ങേയറ്റം നിർണായകമാണ്. ഇന്ത്യ മുന്നണിയുടെ ഭാവി സാധ്യതകളെ അടക്കം എത്ര കണ്ട് ബാധിക്കും, ഒപ്പം RJD അടക്കം പിണങ്ങിപ്പിരിയാനുള്ള സാധ്യതയുണ്ട്, ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ബീഹാർ തെരഞ്ഞെടുപ്പ്. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെജിയും അതുപോലെ തന്നെ CPI-MLന്റെ പ്രവർത്തകരും മറ്റു പാർട്ടികളുമായിട്ട് സംസാരിക്കും. ആർക്കും വിശ്വസിക്കാവുന്ന റിസൾട്ടല്ല ബീഹാറിൽ വന്നിരിക്കുന്നത്. ബീഹാറിലെ ജനങ്ങളത് വിശ്വസിക്കുന്നില്ല, പാർട്ടി പ്രവർത്തകർ വിശ്വസിക്കുന്നില്ല, മറ്റു രാഷ്ട്രീയ പാർട്ടികളും അലയൻസ് പാർട്ടിയിലും വിശ്വസിക്കുന്നില്ല. ഇന്നലെ റിസൾട്ട് വന്നത് മുതൽ ഞങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യം, 90% സ്ട്രൈക്ക് റേറ്റ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കിട്ടുന്നത്, നിങ്ങൾ എടുത്തു നോക്കി, 84-ൽ ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം ഉണ്ടായ ഇലക്ഷനാണ് ഒരു വൺ സൈഡഡ് ഇലക്ഷൻ എന്ന് പറയാവുന്ന ഇലക്ഷൻ ഇന്ത്യയിലുണ്ടായത്. അവിടെ പോലും കോൺഗ്രസിന് 90% സ്ട്രൈക്ക് റേറ്റ് ഇല്ലായിരുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അവർ മത്സരിച്ച സീറ്റുകളിൽ 90% പേരും ജയിക്കുക എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കാര്യമാണ്. അത്തരം അപൂർവമായ സാഹചര്യം ബീഹാറിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തവരാണ്. അത്തരം അത്യപൂർവമായ സാഹചര്യങ്ങൾ, അപൂർവങ്ങളിൽ അപൂർവമായ സാഹചര്യം ബീഹാറിലുണ്ടായിരുന്നു. ഞങ്ങൾക്കാർക്കും അത് ബോധ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് വെറുതെ വേണുഗോപാലിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. എന്തായാലും തെരഞ്ഞെടുപ്പ് വിധിയെ ചോദ്യം ചെയ്യുകയാണ്. അതിനകത്ത് BJPയുടെ വിജയവും അടക്കം ചോദ്യം ചെയ്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ പ്രതിരോധം. പുതിയ നീക്കങ്ങൾ നമുക്ക് സ്വാഭാവികമായും പ്രതീക്ഷിക്കാം.